രണ്ടാം കൃതി സമവാക്യം എന്നുള്ള ഒരു പാഠം പഠിക്കേണ്ട. ആ പാഠം അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാം. നടക്കാൻ പോകുന്ന ഹാഫ് ഇയർലി എക്സാമില് അഥവാ ക്രിസ്മസ് പരീക്ഷയില് മാത്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഈ പാർട്ടിൽ നമ്മൾ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പോളിനോമിയൽ? ഇക്വേഷൻ വേറെ കേട്ടോ, അഥവാ ബഹുപദം വേറെ, ഇക്വേഷൻ വേറെ. ആദ്യം അത് മനസ്സിലാക്കണം. എന്താണ് ബഹുപദം, എന്താണ് ഇക്വേഷൻ? അതിനെപ്പറ്റി നമുക്ക് ആദ്യം ഒരു ധാരണ വേണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ എഴുതാന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇവിടെ വേറൊന്ന് എഴുതി. ഇത് രണ്ടും നോക്കിയാൽ വലിയ വ്യത്യാസങ്ങളില്ലല്ലോ. ഇല്ല, ഏകദേശം ഒരുപോലെ തന്നെയാണല്ലോ, അല്ലെ? പക്ഷെ എന്നാൽ ഇത് രണ്ടും രണ്ടാ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പോളിനോമിയൽ എന്ന് വിളിക്കുന്നു, അഥവാ മലയാളത്തില് ബഹുപദം എന്ന് വിളിക്കുന്നു. അപ്പൊ അതെന്തായിരിക്കും? ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമവാക്യം. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. മലയാളത്തില് സമം എന്നൊരു വാക്കുകൂടെ ഉണ്ട്. ഈക്വേഷൻ എന്ന് വെച്ചാൽ ഈക്വൽ. ഇവിടെ കണ്ടോ, ഈക്വൽ ടു എന്നുള്ള സമം എന്നുള്ള ഒരു ചിഹ്നമുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ബഹുപദത്തില് സാധാരണഗതിയിൽ ഈക്വൽ ടു എന്നുള്ള സൈൻ ഉണ്ടായിരിക്കില്ല, ചിഹ്നം ഉണ്ടായിരിക്കില്ല, സമം ഉണ്ടായിരിക്കില്ല. എന്നാൽ സമം ഉണ്ടാവുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സമവാക്യം അഥവാ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം. ഈ ഇക്വേഷൻ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ ഇക്വേഷൻസ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ 5ാമത്തെ പാഠാണ്. അതിൽ ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ? അപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. എന്താണ്? ബഹുപദങ്ങളുടെ ഒരു ഭാഗമാണ് സമവാക്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ ഒരു ഭാഗമാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള 5ാമത്തെ പാഠം. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നിന്ന് വരുന്ന ആദ്യത്തെ ചോദ്യം എന്താ? ഇവിടെ നിന്ന് വരുന്ന ആദ്യത്തെ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എടുത്താണ്. x+2 ഇപ്പത്തെ x+5 അല്ലെ? ഇതിന്റെ ഇടയിലുള്ള ചിഹ്നം എന്തെങ്കിലും കാണാണ്ടോ? 2 ബ്രാക്കറ്റ് ആണ്. അവയ്ക്കിടയിൽ പ്രത്യേകിച്ച് ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ അവിടുത്തെ ചിഹ്നം സൈൻ എന്ന് പറയുന്നത് ഗുണിക്കണം എന്നാണ്. അപ്പൊ എന്താണ്? x+2 ഗുണിക്കണം x+5. ഇത് ചെയ്യാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ x+2 എന്ന് പറഞ്ഞാൽ ഒരു ബഹുപദം അഥവാ പോളിനോമിയൽ ആണ്. x+5 എന്ന് പറഞ്ഞാൽ അത് വേറൊരു പോളിനോമിയൽ അഥവാ ബഹുപദമാണ്. അപ്പൊ ഇത് രണ്ടും ഓരോ ബഹുപദങ്ങൾ, വെവ്വേറെ ബഹുപദങ്ങൾ. ഓക്കെ, രണ്ട് ബഹുപദങ്ങളെ അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഇതല്ലേ ആവശ്യം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇതില് x ഉണ്ട്, 2 ഉണ്ട്, x ഉണ്ട്, 5 ഉണ്ട് അല്ലെ? ഇതിൽ ആരൊക്കെ പോസിറ്റീവ് ആണ്, ആരൊക്കെ നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കണം. ഒരു നമ്പർ അല്ലെങ്കിൽ ലെറ്റർ, ഇംഗ്ലീഷ് ലെറ്റർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ എവിടെന്നാ മനസ്സിലാക്കുക? ആ നമ്പറിന്റെ തൊട്ട് മുമ്പ്, തൊട്ട് ഇടതുവശത്താ. ഇപ്പൊ കണ്ടോ, ഈ എക്സ് കണ്ടോ? എക്സിന്റെ തൊട്ട് ഇടതുവശത്ത് എന്തെങ്കിലും കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. പക്ഷെ പോസിറ്റീവ് എന്നുള്ള സൈൻ ഇടണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ ഇട്ടേ പറ്റൂ. ഈ പ്ലസിന്റെ ഈ 2ന്റെ തൊട്ട് മുമ്പ് എന്താ? പ്ലസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അത് പോസിറ്റീവ് ആണ്. ഇവിടെ എക്സിന്റെ മുമ്പിൽ ഒന്നുമില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. ഇവിടെ 5ന്റെ തൊട്ട് മുമ്പ് പ്ലസ് ഉണ്ട്, അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. അഥവാ ഇവിടെ എല്ലാവരും പോസിറ്റീവ് ആണ്. എല്ലാവരും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെ പോസിറ്റീവ് ആരൊക്കെ നെഗറ്റീവ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ഇത് ഗുണിക്കുക? ആദ്യത്തെ ബ്രാക്കറ്റിലുള്ളവരെയും കൊണ്ട്, ആദ്യത്തെ ബ്രാക്കറ്റിലുള്ള ഈ 2 പേരെയും കൊണ്ടും രണ്ടാമത്തെ ബ്രാക്കറ്റിലുള്ള 2 പേരെയും ഗുണിക്കുക. അത്രയേ ഉള്ളൂ. ഒന്നും കൂടി നോക്കിയാലോ, എങ്ങനെ ചെയ്യാം? ആദ്യത്തെ ബ്രാക്കറ്റിലെ എക്സിനെയും കൊണ്ട് എക്സിനെയും ഗുണിക്കണം, ആദ്യത്തെ ബ്രാക്കറ്റിലെ എക്സിനെയും കൊണ്ട് 5നെയും ഗുണിക്കണം. അപ്പൊ ഈ എക്സിനെയും കൊണ്ട് ഈ എക്സിനെ ഗുണിക്കുക, എക്സ് ഇൻറ്റു എക്സ്. ഓക്കെ, പിന്നെയോ ഈ എക്സിനെയും കൊണ്ട് 5നെ ഗുണിക്കുക, എക്സ് ഇൻറ്റു 5. ഇവിടെ എക്സും പോസിറ്റീവ് ആണ്, 5 പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് ഇടണം. 2 പോസിറ്റീവ് ആണെങ്കിൽ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസറും എന്തിനായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അടുത്തതോ, എക്സിനെ കൊണ്ട് ഇവിടെയുള്ള 2 പേരെയും ഗുണിച്ചു കഴിഞ്ഞാൽ ഈ 2നെ എടുക്കുക. 2നെ കൊണ്ട് എക്സിനെയും ഗുണിക്കണം, 2നെയും കൊണ്ട് 5നെയും ഗുണിക്കണം. ഇവിടെ നോക്കുക, എക്സും പോസിറ്റീവ്, 2 പോസിറ്റീവ്, അപ്പൊ ഇവിടെ പ്ലസ്. 2ഉം 5ഉം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ്. ഓക്കെ, നെഗറ്റീവ് വരുമ്പോൾ വേറെ കഥയാവും, അതുകൊണ്ടാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. എന്നാ അവിടെ പറഞ്ഞ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5x, എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x,
2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10. ഈ 5x-ഉം 2x-ഉം കൂടി കൂട്ടിയാൽ 5 2 കൂട്ടിയാൽ 7x പ്ലസ് 10 എന്ന് കിട്ടും. ഇത്രയുള്ള പരിപാടി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ബഹുപദങ്ങൾ ഉണ്ടല്ലേ, ഓരോ ബഹുപദങ്ങൾ അല്ലേ, ഇത് ഏത് കൃതിയ, ഇതിന്റെ പേരെന്താ ശരിക്കും, അത് ഞാൻ പറഞ്ഞില്ല അല്ലെ. ഈ ബഹുപദം അല്ലെ, ഇതിനെ നമ്മൾ ഒന്നാം കൃതി ബഹുപദം എന്നാണ് വിളിക്കുക, അഥവാ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. എന്തുകൊണ്ടാ? എക്സിന്റെ മുകളിൽ ഇവിടെ ആയിട്ട് നമുക്ക് പവർ ഒന്നും കാണാനില്ല, ഇല്ലല്ലോ. അതായത് എക്സിന്റെ മുകളിൽ നമ്പർ ഒന്നുമില്ല, പ്രത്യേകിച്ച് നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഒന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ x+2 എന്ന് പറയുന്നത് ഒരു ഒന്നാം കൃതി ബഹുപദമാണ്, അഥവാ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതേപോലെ x+5ഉം ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്, ഒന്നാം കൃതി ബഹുപദമാണ്. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ നോക്കിക്കേ എന്താ, ഇതാ അവിടെ സ്ക്വയർ ഉണ്ട് അല്ലെ, 2 ഉണ്ട് അല്ലെ. 2 ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒന്നാം കൃതി അല്ല, ഇത് രണ്ടാം കൃതിയാണ്, അഥവാ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് തന്നത് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണല്ലോ. മലയാളത്തിൽ പറഞ്ഞാൽ 2 ഒന്നാം കൃതി സമവാക്യങ്ങളെ ഗുണിച്ചപ്പോൾ, ബഹുപദങ്ങളെ ഗുണിച്ചപ്പോൾ ഒരു രണ്ടാം കൃതി ബഹുപദം കിട്ടി. ഓക്കെ ആണോ? ഇനി -1 എന്താ മാറ്റം? ഇപ്പൊ ഒരെണ്ണം മൈനസ് ആവാം, അല്ലെങ്കിൽ 2 മൈനസ് ആവാം, എങ്ങനെയായാലും മൈനസ് വരുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ആദ്യം x ഇൻറ്റു എക്സ്, അതെന്താ x². പിന്നെന്താ x ഇൻറ്റു 5, അതെന്താ 5x. പക്ഷെ ശ്രദ്ധിക്കണം, ഇവിടെ x പോസിറ്റീവും 5 നെഗറ്റീവുമാണ് അല്ലെ. പോസിറ്റീവും നെഗറ്റീവും ഗുണിച്ചാൽ നെഗറ്റീവ്, പോസിറ്റീവും നെഗറ്റീവും ഗുണിച്ചാൽ നെഗറ്റീവ്. ഇനിയോ -2ഉം എക്സും അല്ലെ, 2 ഗുണിക്കണം എക്സിന് ഡൗട്ട് ഒന്നും വേണ്ട, 2x. പക്ഷെ ഇവിടെ 2 നെഗറ്റീവ് ആണ്, എക്സ് പോസിറ്റീവ് ആണ്. നെഗറ്റീവും പോസിറ്റീവും വന്നാൽ അതും നെഗറ്റീവ്. ലാസ്റ്റ് ഇത് എക്സ്, സോറി ഇത് 2, ഇവിടെ 5, 2 ഗുണിക്കണം 5 10. പക്ഷെ ഇവിടെ 2 നെഗറ്റീവ് ആണ്, 5 നെഗറ്റീവ് ആണ്. 2 നെഗറ്റീവ് ഗുണിച്ചാൽ എന്ത് വരും, പോസിറ്റീവ് ആയിട്ട് മാറും. 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. ഇത് അതിനെന്തോ ചെയ്യാലോ, 5x - 2x അല്ലെ, -5 - 2 -5 - 2 -7x പ്ലസ് 10. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇവിടെ ശ്രദ്ധിച്ചോ, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ആണ്, ഇത് വേറൊരു ഫസ്റ്റ് ഡിഗ്രി ആണ്. 2 ഫസ്റ്റ് ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഒരു സെക്കൻഡ് ഡിഗ്രി കിട്ടി അല്ലെ. 2 ഒന്നാം കൃതി ബഹുപദങ്ങളെ ഗുണിച്ചപ്പോൾ ഒരു രണ്ടാം കൃതി ബഹുപദം കിട്ടി. ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഇല്ല. ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇന്ന് എന്താ രണ്ടാമത്തെ ടൈപ്പ്? രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിവേഴ്സാ. എന്ത്, സെക്കൻഡ് ഡിഗ്രി തരും, 2 ഫസ്റ്റ് ഡിഗ്രി കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? രണ്ടാം കൃതി തരും, 2 ഒന്നാം കൃതി കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തതിന്റെ പകരം അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യണം. ചോദ്യം നോക്കിയാലോ, ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീൻ കാണാലോ. എന്താ? ഓക്കെ, അപ്പൊ എന്താ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. നമ്മൾ ഈ പാഠത്തിൽ നിന്ന് ചെയ്യുന്ന മൂന്നാമത്തെ ചോദ്യമാണ്. എന്താ ചോദ്യം? ഇതാ അവിടെ x² + 7x + 6 അല്ലെ. ഈ രണ്ടാം കൃതി ബഹുപദത്തെ 2 ഒന്നാം കൃതി ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതുക. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാം കൃതി ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാം കൃതി ബഹുപദങ്ങൾ എന്ന് തന്നെയാണ് മീനിങ്. ഇംഗ്ലീഷിൽ എന്താ, ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. അഥവാ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് തന്നെയാണ് അർത്ഥം. ഇനി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടില്ലേ, 2 ബ്രാക്കറ്റില് ഓരോ ഒന്നാം കൃതി ബഹുപദങ്ങൾ ഉണ്ടായിരുന്നു, ഓരോ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടായിരുന്നു. ഇവിടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി, എന്തൊക്കെയോ സെക്കൻഡ് ഡിഗ്രി കിട്ടി അല്ലെ. ഇങ്ങനെ കിട്ടി. ഇവിടെ നേരെ തിരിഞ്ഞു, സെക്കൻഡ് ഡിഗ്രി തന്നു. ഇനി ഏത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഡിഗ്രി കണ്ടുപിടിക്കണം. അഥവാ നമുക്ക് 2 ബ്രാക്കറ്റ് വേണം. ഇവിടെ ഉണ്ടാകുന്ന പോലെ 2 ബ്രാക്കറ്റ് വേണം. ഈ 2 ബ്രാക്കറ്റിലും ആദ്യം എക്സ് ആണ്. അപ്പൊ അതന്നെയാണ് നമുക്കും ആദ്യം എന്താണ്, എക്സ് ആണ്. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇവിടെ 2 നമ്പർ ഉണ്ട് അല്ലെ. ആ 2 നമ്പർ കണ്ടുപിടിച്ചാൽ മതി. ഇത്രയുള്ള ആവശ്യം. വായത്തോന്നി എഴുതിക്കാൻ പറ്റില്ല, കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. എന്തെങ്കിലും എഴുതിക്കാൻ പറ്റുമോ? ഇതില്ല. അപ്പൊ ഇവിടെ ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് എടുത്താൽ ഇത് ബി ആവാം. ഇവിടെ പ്ലസോ മൈനസ് എന്താ കിട്ടിച്ചോളെ, നമുക്ക് പിന്നെ ശരിയാക്കാം. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു നമ്പർ ഉണ്ട്. ആ 2 നമ്പർ കിട്ടിയാൽ നമ്മുടെ പ്രശ്നം തീർന്നു. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കുക? അതിന് തന്നെ 2 വഴിയുണ്ട്. അതില് ആദ്യത്തെ വഴി നമുക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ വഴിയിലും രണ്ടാമത്തെ വഴിയിലും ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ സെയിം ആണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ 2 നമ്പർ ഉണ്ട്, എ ബി. ഇത് 2 ഏതാന്ന് നമുക്കറിയില്ല അല്ലെ. എ ബി ഏതോ 2 നമ്പറാണ്, പക്ഷേ നമുക്കറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എ ബി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ തന്നിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം കണ്ടുപിടിക്കാം.
അതാണ് എ പ്ലസ് ബി. അഥവാ രണ്ട് നമ്പർ ഉണ്ട്, അത് നമുക്കറിയില്ല, പക്ഷെ അത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് എന്താണെന്ന്. എ പ്ലസ് ബി എന്നുള്ള രണ്ടും കൂടി കൂട്ടുക, അതെന്താ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഒന്ന് നോക്കിക്കോടെ. എയും ബിയും കൂടി കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 7ആണ്. അതെങ്ങനെ കിട്ടിയേ? അത് ഇത്രയേ ഉള്ളൂ. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഒപ്പമുള്ള നമ്പർ ആയിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്നൊക്കെ പറയും. ആ കോഎഫിഷ്യന്റ് ഒന്നും കേൾക്കണ്ട. എന്താണ്? എക്സിന്റെ ഒപ്പമുള്ള നമ്പർ. എക്സിന്റെ ഒപ്പമുള്ള നമ്പർ പ്ലസ് 7 അല്ലേ? പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആവുകൊണ്ട് 7 പ്ലസ് ഇടണമെന്നില്ല. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇടന്നെ വേണം. അപ്പൊ എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിച്ച്? എക്സിന്റെ ഒപ്പമുള്ള നമ്പർ ഇതാണ് കേട്ടോ. എല്ലാ ചോദ്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഇനി ഈ ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി കിട്ടും. എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്താണ്? ആ രണ്ട് നമ്പർ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും എന്ന് കൂടി പറയുന്നുണ്ട്. അതേതാ? നേരെ പിടിച്ചോതാ ഇവിടെ 6. അതിന്റെ പ്രത്യേകത എന്താ? ആറിന്റെ പ്രത്യേകത, ഈ യാതിന്റെ ഒപ്പം എക്സും എക്സ് സ്ക്വയറും വൈയും സെറ്റും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒന്നുമില്ല, ഒരാളുമില്ലല്ലോ. അഥവാ അതിനെ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇംഗ്ലീഷില് കോൺസ്റ്റന്റ്. നമുക്ക് മനസ്സിലാക്കിയതാണ് ഇമ്പോർട്ടന്റ്. അതിന് എന്തേ വിളിച്ചാലും വേണ്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. എന്താ മനസ്സിലാക്കണ്ടേ? എക്സോ എക്സ് സ്ക്വയറോ വൈയോ സെറ്റോ ഒന്നും ഇല്ലാത്തതാണ് എ ഇൻറ്റു ബി. അപ്പൊ ചോദ്യത്തിൽ നിന്ന് തന്നെ രണ്ട് കാര്യങ്ങൾ കിട്ടി. രണ്ട് നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ആ രണ്ട് നമ്പർ തമ്മിൽ കൂട്ടിയാൽ 7 കിട്ടണം, ഗുണിച്ചാൽ 6 കിട്ടണം. ഇത്രയേ ഉള്ളൂ. ആഡ് ചെയ്താൽ 7ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം. ക്ലിയർ അല്ലേ? ഏതായിരിക്കാം രണ്ട് നമ്പർ? ഒന്ന് ആലോചിച്ചാൽ, സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നമുക്ക് കണ്ടുപിടിക്കാലോ. ഏതാ? ഈസി. 1 ഗുണിക്കണം 6 എത്രയാണ്? 6 അല്ലേ? 1 പ്ലസ് 6 എത്രയാണ്? 7. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് കിട്ടിയില്ലേ? ചെറിയൊരു മാത്തമാറ്റിക്കൽ ലോജിക്ക് മതി അല്ലേ? എയും ബിയും 1 6 ആണെങ്കിൽ 1 ഗുണിക്കണം 6 6. അപ്പൊ എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 6. 6 ആണല്ലോ. അടുത്തതോ അതേ നമ്പറുകൾ 6ഉം 1ഉം അല്ലെങ്കിൽ 1ഉം 6ഉം തമ്മിൽ കൂട്ടിയാൽ 7 ആണ്. 1 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 7. കൃത്യല്ലേ? നമുക്ക് ആലോചിച്ച് കിട്ടുമെങ്കിൽ ഇത്രേ വഴിയുള്ളൂ. പറഞ്ഞേ, എന്താണ് എ? എ ആണ് 1 അല്ലെങ്കിൽ ബി ആണ് 6 എന്ന് പറയാം. തിരിച്ചിട്ടാ കുഴപ്പമുണ്ടോ? ഓർ തിരിച്ചുടാം. എ 6 ബി 1. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഏത് രീതിയിൽ വേണേലും എടുക്കാം. അപ്പൊ നമുക്ക് ലോജിക്കലി ആലോചിച്ച് കിട്ടുമെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താ നമ്മുടെ ഫൈനൽ ആൻസർ? ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക. എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 6 ഈക്വൽ ടു 2 ബ്രാക്കറ്റ് 2ലും ആദ്യം എക്സ് ആണ്. ഒരിക്കലും ഇത് ഇവിടെ എഴുതാനുള്ളതല്ല കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഇവിടെയാണ് അത് എഴുതേണ്ടത്. എന്നിട്ടോ എക്സ് ഇട്ടോ, എന്നിട്ട് എന്താ ചെയ്യണ്ടേ? കിട്ടിയതാണ് എഴുതിക്കുക. ഇപ്പൊ ഞാൻ ഇതല്ല എടുക്കുന്നത്, ഞാൻ ഇതാണ് എടുക്കുന്നത്. അപ്പൊ എക്ക് 1 അല്ലേ? 1 എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവാ നെഗറ്റീവാ? നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ കാണും. അപ്പൊ ഇതെന്താണ്? പ്ലസ്. ഇതോ പോസിറ്റീവാ നെഗറ്റീവാ? പോസിറ്റീവ്. അപ്പൊ പ്ലസ് 6. അപ്പൊ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 6. വേണമെങ്കിൽ നിങ്ങൾ ഗുണിച്ചു നോക്കിക്കോ. ഇതിങ്ങനെ ഗുണിച്ചു നോക്കി നോക്കുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 6 6x, 1 ഇൻറ്റു എക്സ് എക്സ്. അപ്പൊ 6x കൂടെ 1 കൂട്ടിയാൽ 7x, 1 ഇൻറ്റു 6 6. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 6. കറക്റ്റ് അല്ലേ? ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഒന്നാമത്തെ രീതി. പക്ഷെ ഇത് എപ്പോഴും പോസിബിൾ ആണോ? ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറയുന്നത് അതെപ്പോഴും അങ്ങനെ പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് പോസിബിൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റിയൊരു പരിപാടി വേണ്ടേ? അതിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോ ഈ പാഠത്തിൽ നിന്ന് ചെയ്യുന്ന 4ാമത്തെ ചോദ്യം ഇതാ. ചോദ്യത്തിന് മാറ്റമൊന്നുമില്ല. എന്താ? ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. അഥവാ ഈ ഒന്നാം കൃതി ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അഥവാ നേരത്തെ ചെയ്ത കാര്യം തന്നെ ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആദ്യത്തെ കാര്യം അറിയാലോ. എന്താ ആദ്യത്തെ സ്റ്റെപ്പ്? എന്താ? നമുക്കൊരു എ പ്ലസ് ബി ഉണ്ട്. എ പ്ലസ് ബി എവിടെ നിന്ന് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത്? എക്സിന്റെ ഒപ്പമുള്ളത്. ഒന്ന് നോക്കി, ഇവിടെ എക്സിന്റെ ഒപ്പം എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല. ഒന്നും കാണാനില്ലെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? 1 ഉണ്ടായിരിക്കും. ഇവിടുത്തെ ചിഹ്നം മൈനസ് അല്ലേ? അപ്പൊ ഇതെന്താണ്? -1 ആയിരിക്കും. ക്ലിയർ അല്ലേ? എ ഇൻറ്റു ബി ഞാൻ എന്താ പറഞ്ഞേ? എക്സും വൈ ഒന്നും ഇല്ലാത്തത് അല്ലെ? എക്സും വൈ ഒന്നും ഇല്ലാത്തത് അങ്ങനെയല്ലേ പറഞ്ഞേ? ഇവിടെ ആരാണ്? 6 അല്ല, മൈനസ് ഉണ്ട്. അപ്പൊ -6 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് നമ്പർ എയും ബിയും വേണം. അത് കൂട്ടിയാൽ -1 കിട്ടണം, ഗുണിച്ചാൽ -6 കിട്ടണം. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് ആലോചിച്ച് കിട്ടുന്നുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്തായാലും ആലോചിച്ച് കിട്ടുക എന്നുള്ളത് അത് എപ്പോഴും നടക്കുന്ന പരിപാടി അല്ലാത്തത് കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പരിപാടി ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒന്നാമത്തേനെ 1 കൊടുക്കുക. അഥവാ എ പ്ലസ് ബിനെ എന്ത് ചെയ്യുക? നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1, ഒന്നാമത്തെ സമവാക്യം എന്നുള്ള രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് അടക്കട്ടെ. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഏത് ചോദ്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണിത്. a മൈനസ് ബി ഹോൾ സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ചോദ്യം ചെയ്തതിലും ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? അത് കിട്ടിയില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതാണ്
എന്ത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡ്. അത് ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് ആലോചിച്ച് കിട്ടണം. ഓക്കെ, എന്താ a മൈനസ് ബി ഹോൾ സ്ക്വയർ? എല്ലാവർക്കും മനസ്സിക്ക് വേഗം a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ വരുന്നുണ്ടാവും. പക്ഷെ അതല്ല ഇവിടെ വേണ്ടത്. a മൈനസ് ബി ഹോൾ സ്ക്വയറിന് വേറൊരു എക്സ്പാൻഷൻ ഉണ്ട്. എന്താ അത്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഇത് കാണാതെ പഠിച്ചോ, എല്ലാ ചോദ്യത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിലൊക്കെ ഉപയോഗിക്കേണ്ട സ്റ്റെപ്പ്, ഇനി അങ്ങോട്ട് എഴുതേണ്ട സ്റ്റെപ്പുകളൊക്കെ ഒരേപോലെയാണ്. ഇത് ഉൾപ്പെടെ, ഇതുവരെ ഉള്ളത് ഉൾപ്പെടെ ഒക്കെ സെയിമാണ്. എന്തേ മാറുള്ളൂ? നമ്പറുകൾ മാത്രമേ മാറുള്ളൂ. ഓക്കെ, എന്നാ പറഞ്ഞേ a മൈനസ് ബി അടക്കട്ടെ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ, a പ്ലസ് ബി നമുക്കറിയാലോ, ഇതവിടെ a പ്ലസ് ബി എത്രയാണ്? -1 ആണ്. അപ്പൊ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ -4 ഇൻറ്റു എ ബി. എ ബി വെച്ചാൽ a ഇൻറ്റു ബി. a ഇൻറ്റു ബി എത്രയാണ്? -6. ഈസി അല്ലേ? -1ന്റെ സ്ക്വയർ 1. ഏതൊരു നെഗറ്റീവ് നമ്പറിനെയും സ്ക്വയർ ചെയ്താൽ അത് പോസിറ്റീവ് ആവും. ഏതൊരു നെഗറ്റീവ് നമ്പറിനെയും സ്ക്വയർ ചെയ്താൽ അത് പോസിറ്റീവ് ആവും. അപ്പോ -1നെ സ്ക്വയർ ചെയ്താൽ അത് +1 ആവും. ഓക്കെ, -4 ഇവിടെ -6 ഉണ്ട്. അഥവാ -4 ഗുണിക്കണം -6, -4 ഗുണിക്കണം -6, മൈനസ് ഗുണിക്കണം മൈനസ് എന്താ? പ്ലസ്. മൈനസ് മൈനസും പ്ലസ്. 4 ഗുണിക്കണം 6 24, 6 4 24. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ, അതെവിടെയും പോയിട്ടില്ലേ? a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. പക്ഷെ എനിക്ക് a മൈനസ് ബി വേണ്ട, a മൈനസ് ബി ഹോൾ സ്ക്വയർ വേണ്ട. ഏത് മതി? a മൈനസ് ബി മാത്രം മതി. ഈ സ്ക്വയർ എനിക്ക് ആവശ്യമില്ല. അപ്പൊ a മൈനസ് ബി മാത്രം മതി, സ്ക്വയർ എനിക്ക് ആവശ്യമില്ല. അപ്പൊ ഈ സ്ക്വയറിലേക്ക് ഇവിടെ നിന്ന് കളയണം. ഈ സ്ക്വയർ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ എന്താവും? നമുക്കറിയാലോ, അതെന്തായി മാറും? റൂട്ടായി മാറും. അപ്പൊ പറഞ്ഞേ, എന്താണ് a മൈനസ് ബി? √25. √25 എന്ന് പറഞ്ഞാൽ 5. ഇതിനെ നമ്മൾ 2 എന്ന് കൊടുക്കുക. അവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഓക്കെ, 1ഉം 2ഉം. ഈ 1നും 2നും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ? ഇത് a പ്ലസ് ബി ആണ്, ഇവിടെ a മൈനസ് ബി ആണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഒന്ന് പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അല്ലെ? ഈ 2 ഇക്വേഷൻസ് കിട്ടിയാൽ, 2 സമവാക്യങ്ങൾ കിട്ടിയാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഉത്തരം കിട്ടും. അഥവാ ഒന്നെങ്കിൽ എയുടെ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ ബിയുടെ ഉത്തരം കിട്ടും. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒന്നെങ്കിൽ 2 കൂടി അത് കൂട്ടുക, അല്ലെങ്കിൽ 2 കൂടി കുറയ്ക്കുക. ഒന്നിൽ നിന്ന് മറ്റേതെങ്കിലും കുറയ്ക്കും. നമുക്ക് ഏറ്റവും ഈസി അതാ, കൂട്ടലല്ലേ? എന്താ ചെയ്യണ്ടേ? 1ഉം 2ഉം കൂടി അങ്ങോട്ട് കൂട്ടുക. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ്. എങ്ങനെ? a പ്ലസ് ബി ഈക്വൽ ടു -1 കൂട്ടണം. 2 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതാ? a മൈനസ് ബി ഈക്വൽ ടു 5. ഓക്കെ, എന്തിനാണ് ഇത് കൂട്ടുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്തിനാന്ന് വെച്ചാലേ, സംഗതി ഇവിടെ എയും ബിയും ഉണ്ട്, അല്ലെ? ഇവിടെയും എയും ബിയും ഉണ്ട്. ഇത് 2ഉം കൂടി അവിടെ നിൽക്കാൻ പറ്റില്ല. എയും ബിയും ഒരുമിച്ച് കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല. അപ്പൊ എയുടെ ഉത്തരം കിട്ടില്ല, ബിയുടെ ഉത്തരം കിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണം അവിടെ നിന്ന് പോകണം. ഓക്കെ, ഒന്നെങ്കിൽ എ ക്യാൻസൽ ആയി പോകണം, അല്ലെങ്കിൽ ബി ക്യാൻസൽ ആയി പോകണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂട്ടുന്നത്. ഓക്കെ, എ അല്ലെങ്കിൽ ബി പോയാലേ അടുത്തതിന്റെ ഉത്തരം കിട്ടുള്ളൂ. എ പോയാൽ ബി കിട്ടും, ബി പോയാൽ എ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൂട്ടുന്നത്. അപ്പൊ നമുക്കൊന്ന് കൂട്ടി നോക്കല്ലേ? എ പ്ലസ് എ എന്താ? 2a. എ പ്ലസ് എ എന്താണ്? 2a. എ പോയോ? ഇല്ല, എ പോയിട്ടില്ല. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തണം. എന്താ? ബി പോകും. ബി പോയേ പറ്റൂ. ഇനി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെറുതെ വേണമെന്ന് ചെയ്യാം. ഇവിടെ ബി അല്ലേ, ബി പോസിറ്റീവ് ആവുകൊണ്ട് അത് എഴുതുന്നില്ല. ബി പ്ലസ് കൂട്ടണം. ഇവിടെ മൈനസ് ബി ആണ്, അപ്പൊ അത് എഴുതിയേ പറ്റൂ. ഓക്കെ, ഇനി ഇത് കൂട്ടിക്കേ. ഈ പ്ലസ് മൈനസും അടുത്തടുത്ത് വന്നാൽ മൈനസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ബി മൈനസ് ബി എന്താണ്? 0. ഓക്കെ, അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? അത് എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ എ പോകണം. ഇവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി എ പോയില്ല. എ പോയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബി പോകും. അപ്പൊ പിന്നെ അത് വിട്ടോ, അതിന്റെ ആവശ്യമില്ല. -1 പ്ലസ് 5 എന്താണ്? 4 ആണ്. -1 പ്ലസ് 5 എന്താണ്? 4 ആണ്. അത് ഈസി അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി 2a എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പൊ ഒരു a എന്താ? എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 2a എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം a എന്നാണ്. 2 into a അല്ലെ? ഗുണിക്കണം എന്നാണ്. അപ്പുറത്തേക്ക് പോയാൽ എന്താവും? ഹരിക്കണം എന്നാവും. അപ്പോ 4 ഹരിക്കണം 2 2. അപ്പൊ എന്ത് കിട്ടി? a is equal to 2. a is equal to 2. ഓക്കെ, ഇനി എങ്ങനെ b കണ്ടുപിടിക്കുക? ആ b കണ്ടുപിടിക്കുക ഈസിയാണ്. പുട്ട് a is equal to 2 in 1. എന്താണ്? a സമം 2 എന്ന് 1ൽ
കൊടുക്കുക. ഇതാണ് നമ്മുടെ ആവശ്യം. a = 2 എന്ന് 1 കൊടുക്കുക. എന്താ കാരണം? നമ്മളിവിടെ എയും ബി ഒക്കെ എഴുതാനുള്ള കാരണം എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം എന്താ? എയും നമുക്കറിയില്ല, അതിന്റെ വില നമുക്കറിയില്ല, ബിയുടെ വില നമുക്കറിയില്ല. അറിയുമായിരുന്നെങ്കിൽ ഇത് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ എയും ബിയും എഴുതിയത്. പക്ഷെ ഇപ്പൊ ഇവിടെ നമുക്ക് എ അറിയാം അല്ലെ? എ അറിയുമെങ്കിൽ പിന്നെ എന്തിനാ എ എഴുതുന്ന? അതിന്റെ വില കൊടുത്താൽ പോലെ. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതിയില്ലേ? അപ്പൊ ഒന്നാമത്തേല് a + b = -1 എന്നാണ്. ഈ എ എന്ന് എഴുതാനുള്ള കാരണം അതിന്റെ വില നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വില അറിയാം. അപ്പൊ ആ എക്ക് പകരം എന്ത് കൊടുക്കുക? 2 എന്നുള്ള വില കൊടുക്കുക. ബി അവിടെ അങ്ങനെ നിൽക്കട്ടെ, ആയിക്കോട്ടെ. ഇനി എങ്ങനെ ഇവിടുന്ന് ബി കിട്ടുക? -1 ഇവിടെ ഉണ്ട് അവിടെ. ഓക്കെ, ഈ +2 അങ്ങോട്ട് പോയാൽ എന്താവും? -2 ആവും. -1 -2 എന്താണ്? -3 ആണ്. അപ്പൊ ബിയും കിട്ടിയില്ലേ? വളരെ ഈസിയാണ്. എങ്ങനെ ഫൈനൽ ആൻസർ എഴുതുക? നേരത്തെ എഴുതിയ അതേപോലെ x² - x - 6. 2 ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. 2ലും ആദ്യം x ആയിരിക്കും അല്ലെ? എന്നിട്ടോ എയുടെ വില 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് +2. ബിയുടെ വില -3 ആണ്. അത് അതേപോലെ എന്താണോ കിട്ടിയത്, ഒരു മാറ്റവും വരുത്തണ്ട, അതുപോലെ എഴുതി വെച്ചാൽ ഉത്തരായി. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ തരം ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ സെക്കൻഡ് ടൈപ്പ് ആണ്. ഇനി തേർഡ് ടൈപ്പ് കൂടിയേ ഉള്ളൂ. അതിലൊരു 3 തരം ചോദ്യം കൂടിയേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്ക് എന്തറിയണം? ഒരു ഇക്വേഷൻ പഠിക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ പഠിക്കാനുള്ള സമവാക്യം എന്താ? ഇക്വേഷൻ എന്താ? x = -b ± √b² - 4ac/2a. ആദ്യം തന്നെ എന്താണ് ഇക്വേഷൻ, എന്തിനാണ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കണം. അഥവാ ഇതിന്റെ ഉപയോഗം എന്താണ്? ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഒരു രണ്ടാംകൃതി സമവാക്യം ഉണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലുമൊക്കെ നേരത്തെ ഇതേപോലെ ഇത് അല്ലെ? ഒരു രണ്ടാംകൃതി സമവാക്യം അല്ലെങ്കിൽ രണ്ടാംകൃതി ബഹുപദം, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതിൽ എക്സിന്റെ വില കണ്ടുപിടിക്കുക. ഈ എക്സിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഇക്വേഷന്റെ ഉപയോഗം. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സിന്റെ വില കണ്ടുപിടിക്കാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എവിടെ? 5ാമത്തെ പാഠത്തിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംകൃതി സമവാക്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതിന്റെ വേറൊരു രൂപം. കാരണം ആ പാഠത്തിൽ നമ്മൾ പഠിച്ച മെത്തേഡ് എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിന് യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല. ഇത് രണ്ടാംകൃതി സമവാക്യത്തിലെ എക്സിന്റെ വിലയാണോ കാണേണ്ടത് എങ്കിൽ എവിടെ വേണേലും ഏത് ചോദ്യത്തിൽ വേണേലും ഇത് ഉപയോഗിക്കാം. പക്ഷെ അവിടെ പഠിച്ച കാര്യം അങ്ങനെ പറ്റില്ല. ഓക്കെ, എന്നാണ് ഇവിടെ പറഞ്ഞു. ഇവിടെ കുറെ എ ബി സി ഒക്കെ ഉണ്ട് അല്ലെ? എന്താ എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് x² ആണ്. മലയാളത്തിൽ പറഞ്ഞാൽ x² ഒപ്പമുള്ള സംഖ്യയാണ്. ഓക്കെ, x² ഒപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞേ. ഇവിടെ x² ഒപ്പം എന്തെങ്കിലും ഒന്ന് കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? ഒന്നുണ്ട്. പ്രത്യേകിച്ച് ചിഹ്നം ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ +1 ആണ് അല്ലെ? ഇനി അടുത്തത് ബി എന്താ? എക്സിന്റെ ഒപ്പം ഉള്ളത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇവിടെ എക്സിന്റെ ഒപ്പം ഏതാ? 7 ആണ്. 7 പോസിറ്റീവ് ആണ്, അതുകൊണ്ട് +7. സിയോ എക്സും x² y ഒന്നും ഇല്ലാത്തത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. ഇവിടെ ആരാത്? 6 ആണ്, പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പ്ലസ് ഉണ്ടെങ്കിൽ പ്ലസ് എന്ന് ഇടണം, നിർബന്ധം. എന്തുകൊണ്ടാ പ്ലസ് ഇടണമെന്ന് ഞാൻ പറയുന്നേ? അത് ഞാൻ ഒരു ചോദ്യം ചെയ്യുമ്പോൾ കാണിച്ചത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് പഠിച്ചാൽ ഒരു മെച്ചമുണ്ട്. എന്താ? നിങ്ങൾ രണ്ടാംകൃതി സമവാക്യം എന്നുള്ള ഒരു പാഠം പഠിക്കണ്ട. ഓക്കെ, അതിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും ഈ ഒരു സമവാക്യം ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാ: ചുറ്റളവ് 80 സെന്റിമീറ്റർ, പരപ്പളവ് 351 സ്ക്വയർ സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കുക. ഇത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 80 സെന്റിമീറ്റർ ആൻഡ് ഏരിയ 351 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്താ ചോദ്യം? ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഫിഗർ ഒന്നുമില്ല, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഓക്കെ, അതിന്റെ പെരിമീറ്റർ അഥവാ മലയാളത്തില് ചുറ്റളവ് എന്ന് പറയുന്നത് 80 ആണ്. അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 351 ആണ്. അതടക്കട്ടെ. ആദ്യം നമുക്ക് പെരിമീറ്റർ അഥവാ ചുറ്റളവിൽ നിന്ന് തുടങ്ങാം. ഏരിയ രണ്ടാമത്തെ ഭാഗം. ഓക്കെ, പരപ്പളവ് പിന്നെ. എങ്ങനെയാണ് ഒരു റെക്ടാങ്കിളിന്റെ ചുറ്റളവ് കാണുക? ആ പോയിന്റ് ഒന്ന് ആലോചിക്കണ്ടേ? ഇങ്ങനത്തെ ചോദ്യം നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഒരു പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ കാണുക? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെ കാണുക? അതിനൊരു സമവാക്യം ഉണ്ടല്ലോ. എന്താ? 2 × L + B എന്ന് ഇംഗ്ലീഷിൽ പറയും, അഥവാ 2 × നീളം പ്ലസ് വീതി എന്ന് പറയും. അപ്പോ
ഈ സമവാക്യം ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? 80. ചുറ്റളവ് 80ആണ്, പെരിമീറ്റർ 80 പറഞ്ഞാൽ ഈ സമവാക്യം ഉപയോഗിച്ച് നീളവും വീതിയൊക്കെ കൊടുത്താൽ എന്ത് കിട്ടും? 80 കിട്ടും. അതാണ് അതിന്റെ അർത്ഥം. പിന്നെ നോക്കിക്കേ, ഇവിടെ 2 ഇൻറ്റു ആണ്, ഇവിടെ ഗുണിക്കണം എന്നാണ്. അപ്പൊ അത് അങ്ങോട്ട് പോയാൽ, ഗുണിക്കണം എന്നുള്ളത് അങ്ങോട്ട് പോയാൽ ഇവിടെ L+B അഥവാ നീളം പ്ലസ് വീതി എന്നുള്ളത് ഇവിടെ ബാക്കിയാവും. ഗുണിക്കണം 2 അങ്ങോട്ട് പോയാൽ എന്താവും? ഹരിക്കണം 2 അല്ലേ? ഹരിക്കണം 2 എന്നാവില്ലേ? ഇനിയും കൂടി നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാലോ. എന്താ? ഞാൻ ഇനി മുതൽ ഇംഗ്ലീഷ് മാത്രമേ ചെയ്തുള്ളൂ. നീളം എന്നുള്ളതിന് പകരം L, വീതി എന്നുള്ളതിന് പകരം B. അപ്പൊ നമുക്ക് കിട്ടി L+B എന്ന് പറഞ്ഞാൽ എന്താണ്? 40 ആണ്. 80/2 40 അല്ലേ? ഈ L പ്ലസ് അല്ലേ, അങ്ങോട്ട് പോയാൽ എന്താവും? മൈനസ് ആവും. അപ്പൊ ഇവിടെ ആരൊറ്റയ്ക്കാവും? B മാത്രമാവും. പ്ലസ് L അങ്ങോട്ട് പോയാൽ മൈനസ് L. എങ്ങനെ മൈനസ് L? 40 - L. അപ്പൊ നമുക്ക് B കിട്ടി. B എന്താണ്? 40 - L എന്ന് കിട്ടി അല്ലേ? ഇതൊന്ന് നോക്കിക്കേ, എന്താ ഇപ്പൊ സംഭവിച്ചേ? നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കേട്ടോ, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. വീണ്ടും അതിന്റെ ലെങ്ത് നമുക്ക് L തന്നെ എടുക്കാം. നീളം എന്താണ്? L തന്നെ. ബ്രെഡ്ത്ത് ഇതല്ലേ? ബ്രെഡ്ത്ത് B. അതിന് പകരം നമുക്ക് എന്ത് കിട്ടി? വീതി എന്നുള്ളതിന് പകരം 40 - L എന്നും കിട്ടി. ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ടാണ് അവിടെ ബിക്ക് പകരം 40 - L എടുത്തേ? കാരണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇത് കിട്ടിയല്ലോ. ക്ലിയർ ആണല്ലോ? ഇത്ര അവിടെ കട്ടെ. ഇനി നമുക്കൊരു വിവരം തന്നിട്ടുണ്ടല്ലോ. എന്താ? ഏരിയ അഥവാ പരപ്പളവ്. പരപ്പളവ് എത്രയാണ്? 351 ആണ്. എങ്ങനെ ഏരിയ കിട്ടുക? ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ, ഒരു ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ കിട്ടുക? ഈസി ആണല്ലോ. എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അഥവാ നീളം ഇൻറ്റു വീതി. ഇവിടെ കൂടി ഞാൻ മലയാളം എഴുതുന്നു, അടുത്തതിൽ ഇനി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? 351. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ എല്ലും ഉണ്ട് ബിയും ഉണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടുമോ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എന്താ പ്രശ്നം? നമ്മൾ രണ്ടാം ഡിഗ്രി സമവാക്യത്തിലേക്ക് ഒന്ന് ആലോചിച്ചേ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ആലോചിച്ചേ. അവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ, ഒരു രണ്ടാം ഡിഗ്രി സമവാക്യത്തിൽ എക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ x² ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ അതിൽ y ഉണ്ടാവില്ല, അല്ലെങ്കിൽ y ആണെങ്കിൽ പിന്നെ അവിടെ x ഉണ്ടാവില്ല, n ആണെങ്കിൽ പിന്നെ അവിടെ m ഉണ്ടാവില്ല. അഥവാ ഒരു ഇംഗ്ലീഷ് അക്ഷരം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് x² ഉണ്ടാവും, x ഉണ്ടാവും, അത് വേറെ. എന്തായാലും x തന്നെയാണല്ലോ. സ്ക്വയർ ഇല്ലാത്ത അത് വേറെ കാര്യം അല്ലേ? അപ്പോ ഒരു ഇംഗ്ലീഷ് അക്ഷരം മാത്രമേ പറ്റുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ L ഉണ്ട്, B ഉണ്ട്. പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ആണെങ്കിൽ 2 ഇംഗ്ലീഷ് അക്ഷരം വരെ ചെയ്തു. ആ പ്രശ്നം പരിഹരിക്കാനാണ് ബിക്ക് പകരം നമ്മൾ എന്തെടുത്തത്? 40 - L എടുത്തത്. ആ 40 - L കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്നുള്ള വിവരം തന്നത്. ഓക്കെ, അപ്പൊ ഇനി ലെങ്ത് L തന്നെ ഇൻറ്റു ബിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 40 - L എന്ന് എഴുതാം. സമം 351. ഞാൻ ഇവിടെ എല്ലിനെ ബ്രാക്കറ്റിലൊന്നും ഇട്ടില്ല, പക്ഷെ ഈ ബിയുടെ ഭാഗം ബ്രാക്കറ്റിലിട്ടു. അതെന്തുകൊണ്ടാ? അവിടെ ബി എന്ന് പറയുന്ന ആള് 40 ആണ്, L ആണ്, അല്ലെങ്കിൽ അവർ ഒരുമിച്ചിട്ടാണ്. അങ്ങനെ പറയാം. 40 - L എന്നുള്ളത് ഒരുമിച്ചിട്ടാണ്. ഒരുമിച്ചിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ബ്രാക്കറ്റ് ഇട്ടാൽ എങ്ങനെ ഗുണിക്കുക? ദാ ഈ എല്ലിനെയും കൊണ്ട് 40നെയും ഗുണിക്കുക, ഈ എല്ലിനെയും കൊണ്ട് എല്ലിനെയും ഗുണിക്കുക. L × 40 എന്ന് പറഞ്ഞാൽ 40L മൈനസ് L × L എന്ന് പറഞ്ഞാൽ L² ഈക്വൽ ടു 351. ഓക്കെ, ഇപ്പൊ ഇതെന്തായി? സ്ക്വയർ വന്നു. സ്ക്വയർ വന്നാൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം ഡിഗ്രി സമവാക്യം എന്ന് വിളിക്കാം. ഓക്കെ, ഇനി സാധാരണഗതിയിൽ രണ്ടാം ഡിഗ്രി സമവാക്യം വന്നാൽ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ, വർഗത്തികവ് എന്ന് പറയുന്ന രീതിയാണ് ഉപയോഗിക്കല്. എന്താ ചെയ്യല്? ഇവിടെ ഉള്ള എക്സ് അല്ല, ഇവിടെ L ആണ് പകരം അല്ലെ. അതിന്റെ ഒപ്പമുള്ള നമ്പർ എടുക്കുക 40, അതിന്റെ പകുതി എടുക്കുക 20, അതിനെ സ്ക്വയർ ചെയ്യുക, അത് എന്നിട്ട് 2 സൈഡിലും കൂട്ടുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യല് സാധാരണഗതിയിൽ. ഓർമ്മ ഉണ്ടോ? ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ എഴുതാൻ, x² + 2x = 3 എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ് ഉള്ള ഭാഗം എടുത്തിട്ട് അതിലെ നമ്പർ 2 ആണ്, 2ന്റെ പകുതി 1 ആണ്, 1ന്റെ സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യും. അപ്പൊ എങ്ങനെ വരിക? x² + 2x + 1² 3 + 1². ഇങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് സ്ക്വയർ ഉള്ളവരെ മാത്രം ഇട്ട് എഴുതും. ആദ്യത്തെ സൈൻ പ്ലസ് ആവുകൊണ്ട് നമ്മൾ പ്ലസ് ഇടും, 2 സ്ക്വയറും കൂടി പകരം ഒരു സ്ക്വയർ ഇടും. ഇവിടെ 3 + 1 4. ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മെത്തേഡ് എപ്പോഴും ശരിയാവണമെന്നില്ല. കാരണം എന്താ? അടുത്ത സ്റ്റെപ്പില് ഈ സ്ക്വയർ അങ്ങോട്ട് പോയാൽ ഇവിടെ x+1 മാത്രമാവും. ഈ സ്ക്വയർ അങ്ങോട്ട് പോയാൽ √4 ആവും അല്ലെ. √4ന് വില ഉണ്ട്, 2 ആണ് അല്ലെ. √4ന് വില ഉള്ളത് കൊണ്ട് ഇവിടെ അത് ചെയ്യാം. ഈ ഞാൻ ഇതിന്റെ ഉദാഹരണത്തിൽ അത് ചെയ്യാം. അഥവാ √4ന് വില ഇല്ലെങ്കിലോ എങ്ങനെ?
ഇവിടെ 4ന് പകരം ഞാൻ 3ന് പകരം ഞാൻ 4 തന്നു. അപ്പൊ ഇവിടെ 4 ആയില്ലേ? അപ്പൊ ഇതെന്തായി മാറും? 4 കൂടെ 1 കൂട്ടിയാൽ 5. അപ്പൊ ഇവിടെ എന്തായി മാറും? √5. എന്താ √5? എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കും അറിയില്ല. അപ്പൊ ഈ മെത്തേഡ് നടക്കുമോ? ഇല്ല. ഇത് നടക്കുന്ന പരിപാടിയല്ല. ഇനി അത് വേണ്ട. ഇവിടെ 3 തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ബാക്കിയുള്ള ഒത്തിരി മാറ്റില്ല. ഇവിടെയൊക്കെ 3 തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ 2x എന്നുള്ളത് പകരം 5x ആയാലോ? 5ന്റെ പകുതി എന്താ? 2.5. 2.5യുടെ സ്ക്വയർ എന്താ? 2ന്റെ സ്ക്വയർ പറഞ്ഞാൽ 6.25. അപ്പൊ ഇത് കൂടെ കൂട്ടേണ്ട എന്താ? 3 + 6.25. അപ്പൊ എന്ത് കിട്ടും? 9.25. ഈ 9.25ന്റെ റൂട്ട് എന്താ? ഓക്കെ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ആ വഴിക്കുണ്ട്, ആ മെത്തേഡിനുണ്ട്. ഓക്കെ, അപ്പോ ആ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല പലപ്പോഴും. എന്നാൽ നമ്മൾ ഇപ്പൊ നേരത്തെ പഠിച്ച ആ സമവാക്യം എല്ലാ സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് ചെയ്യുമ്പോൾ ഈ സമം ഈക്വൽ ടു എന്നുള്ളതിന്റെ ലെഫ്റ്റോ റൈറ്റോ 0 ആയിരിക്കണം. ഇടതോ വലതോ സൈഡ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഏത് സൈഡാ 0 ആക്കാൻ നല്ലത്? ഏത് വേണമെങ്കിലും ആക്കാം. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ സ്ക്വയറിന് മൈനസ് ഉണ്ട്. L² എന്നുള്ളതിന് ഇവിടെ എന്തുണ്ട്? മൈനസ് ഉണ്ട്. ഈ സ്ക്വയറിന്റെ ഒപ്പം മൈനസ് ഇല്ലാതിരിക്കാൻ നല്ലത്. മൈനസ് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യുക? സിമ്പിൾ, ഈ സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ പിന്നെ ആരടുത്തൊപ്പം കൊണ്ട് ഈ 40 അങ്ങോട്ട് പോട്ടെ, 40L. ഓക്കെ, അപ്പൊ ഇവിടെ ഇടതുവശം 0 ആക്കുകയാണ് ഈസി. അപ്പൊ ഇനി ഇടതുവശത്ത് ഒന്നുമില്ല. L² അങ്ങോട്ട് പോയാൽ മൈനസ് ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. ഈ 40 പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് L, 40L. ഓക്കെ, ഈ 351 അവിടെ തന്നെ നിൽക്കുകയാണ്. അത് അവിടെ പോസിറ്റീവ് ആവുകൊണ്ട് ഇവിടെ പോസിറ്റീവ് തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. ഞാൻ ഒന്ന് ഓർഡർ ആക്കി എഴുതിയുള്ളൂ. സ്ക്വയർ ഉള്ളത് ആദ്യം, സ്ക്വയർ ഇല്ലാത്ത L ഉള്ളത് ആദ്യം, രണ്ടാമത്, പിന്നെ ഇവിടെ ഒന്നും ഇംഗ്ലീഷ് അക്ഷരങ്ങളൊന്നും ഇല്ലാത്തത് മൂന്നാമത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇവിടെ എവിടെ എത്തിയാൽ ഒരു രണ്ടാകൃതി സമവാക്യം ഫോം ആയി കഴിഞ്ഞാൽ ഒരു സൈഡ് 0 ആക്കി അല്ലെ, എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച സമവാക്യം എഴുതണം. ഓക്കെ, എന്താണ് ഇക്വേഷൻ? നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. x = -b ± √b² - 4ac/2a. ഒന്ന് ആലോചിച്ചേ, ഇവിടെ x ഉണ്ടോ? ഇല്ല. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എന്തില്ല? x ഇല്ല. പകരം ആരാ? L ആണ്. അപ്പൊ x = എന്നുള്ളത് മാറ്റിയിട്ട് L = ആക്കണം. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്നാ പറഞ്ഞേ, ഇവിടുത്തെ ABC എന്താ? ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാ. എന്താ ഇവിടുത്തെ a എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞേ, x² ഒപ്പം. ഇവിടെ x അല്ല, L ആ. L² ഒപ്പം ഇവിടെ എന്തെങ്കിലും കാണാണ്ടോ? ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലെങ്കിൽ ഒന്നുണ്ട്. പ്രത്യേകിച്ച് ചിഹ്നമൊന്നും കാണാനില്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഇവിടെ ചിഹ്നമൊന്നും കാണാനില്ല, അപ്പൊ അത് പോസിറ്റീവ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി സമയം കളയല്ല. ഇനി ഇവിടെ നോക്കിക്കേ, ബി എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ ഒപ്പം. x അല്ല, ഇവിടെ L ആണ്. L-ന്റെ ഒപ്പം ആരാ? 40. വെറും 40 ആണോ? അല്ല, -40. അപ്പൊ -40. സി എന്ന് പറഞ്ഞാൽ എക്സും എല്ലും വൈയും സെറ്റും ഒന്നുമില്ലാത്തത് ആരാ? 351 ആണ്. പക്ഷെ 351 പ്ലസ് ആണ്, പോസിറ്റീവ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിലേക്ക് വരിക, സമവാക്യത്തിലേക്ക്. -b എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബിയുടെ ചിഹ്നം മാറ്റുക. ചേഞ്ച് ദി സൈൻ ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? ഇവിടെ എഴുതുമ്പോൾ എന്താണോ ബി, അതിന്റെ സൈൻ അത് മാറ്റിയത്. ഇവിടെ എഴുതുമ്പോൾ ബിയുടെ സൈനിന്റെ എന്താണോ അത് മാറ്റി, ചിഹ്നം മാറ്റുക. ഇവിടെ എഴുതുമ്പോൾ -40 ആണെങ്കിൽ ഇവിടെ സമവാക്യത്തിലേക്ക് അത് എന്താക്കണം? പ്ലസ് ആക്കണം. ഇനി അഥവാ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതണമെന്ന് നിർബന്ധം പറയുന്നത്. ഓക്കെ ആണോ? പ്ലസ് ഓർ മൈനസ് അതങ്ങനെ നിൽക്കട്ടെ. √b² എന്ന് പറഞ്ഞാൽ -40² -4 × a എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 351 പോസിറ്റീവ് ആവുകൊണ്ട് പിന്നെ പ്ലസ് ഇടണമെന്നില്ല. 2a എന്ന് വെച്ചാൽ 2 × 1 ചെയ്താൽ ബാക്കി ഈ 40 ഇവിടെ നിൽക്കട്ടെ, പ്ലസ് ഓർ മൈനസ് നിൽക്കട്ടെ. √b² എന്ന് വെച്ചാൽ ഇവിടെ -40 എന്ന് കൊടുത്തിട്ടില്ല, അപ്പൊ -40². -40ന്റെ സ്ക്വയർ, മൈനസിന്റെ സ്ക്വയർ ചെയ്താൽ എന്താവും? പ്ലസ് ആവും. അപ്പൊ പിന്നെ മൈനസിന്റെ കാര്യം വിടുക. ഓക്കെ, 40ന്റെ സ്ക്വയർ 1600. ഓക്കെ ആണല്ലോ? -4 × 1 4 തന്നെ, 4 × 351 1404 ആണ്. കൂടി ചോദിക്കാൻ മതി. ബൈ 2 × 1 2 തന്നെ. അപ്പൊ ഞാൻ അടുത്ത എന്താ? 40 പ്ലസ് ഓർ മൈനസും അവിടെ നിൽക്കട്ടെ, റൂട്ടും അവിടെ നിൽക്കട്ടെ. 1600 കുറയ്ക്കണം 1404. എനിക്ക് ഉത്തരം അറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതുന്നു 196/2. √196 കൃത്യമായി കിട്ടും. എത്രയാണ്? 40 പ്ലസ് ഓർ മൈനസ് നിൽക്കട്ടെ. √196 എന്ന് പറഞ്ഞാൽ അത് 14 ആണ്. ചെയ്ത് നോക്കുക. 14 × 14 ചെയ്താൽ 196 കറക്റ്റ് ആയിട്ട് കിട്ടും. /2 എന്ന് വരും. ഓക്കെ ആണോ? ഇനി
ഇവിടെ വെച്ച് എവിടെ വെച്ച് റൂട്ട് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലസ് മൈനസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ? L is equal to എവിടെ നിന്ന് L വന്നത്? ഇവിടെ L ഉണ്ട്, നമ്മൾ എഴുതുന്നില്ല എന്ന് എഴുതും, എല്ലാം അവിടെ തന്നെ ഉണ്ട്. L is equal to 40 അങ്ങനെ തന്നെ എഴുതുക. ആയിക്കോട്ടെ. പ്ലസ് മൈനസിനെ ഒരുമിച്ച് വേണ്ട, ഏതെങ്കിലും ഒന്ന്. ആദ്യം പ്ലസ് ഇടുന്നു, 14 എഴുതുന്നു, ബൈ 2 എഴുതുന്നു, ഓർ അല്ലെങ്കിൽ എന്താ എല്ലാം അങ്ങനെ തന്നെ ഈക്വൽ ടു 40 മാറ്റമില്ല. പിന്നെന്താ മാറിയേ? പ്ലസ് ഓർ മൈനസ് ആണല്ലേ, അതിലെ പ്ലസ് ഇവിടെ ഇട്ടു, അപ്പോ അടുത്ത എന്താ? മൈനസ്. ഏതാ? 14 ബൈ 2 ആയിക്കോട്ടെ. ഇനി 40 കൂടെ 14 കൂട്ടിയാൽ 54 ബൈ 2. 54ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 27. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ ഹാഫ് ആക്കുക. ഇനി ഇവിടെയോ? ഇവിടെ 40ൽ നിന്ന് 14 പോയാൽ 26 ബൈ 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? L എന്ന് പറയുന്നത് 13 ആണ്. L എന്ന് പറയുന്നത് 13 ആണ്. ഇപ്പൊ അവിടെ 2 ഉത്തരം കിട്ടിയില്ലേ? ഇതിലേതാ നമ്മൾ ഉപയോഗിക്കുക? ഇതിലേതാ L, ഏതാ ലെങ്ത്, ഏതാ ബ്രെഡ്ത്ത്, ഏതാ നീളം, ഏതാ വീതി? രണ്ടും പോസിറ്റീവ് ആവുകൊണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരം. അതിലൊന്ന് നീളം, മറ്റത് വീതി. രണ്ടും പോസിറ്റീവ് ആവുകൊണ്ട്. ഓക്കെ, ഒന്ന് നെഗറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുക, അപ്പൊ പിന്നെ കൂടുതൽ ഡൗട്ട് ഒന്നും വേണ്ട. ഇതെന്തായിരിക്കും? ലെങ്ത് തന്നെ, L തന്നെ, നീളം തന്നെ. ഓക്കെ, കാരണം എന്താ? നെഗറ്റീവ് എന്ന് പറയുന്ന ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നീളമോ വീതിയോ നെഗറ്റീവ് ആവില്ല. പക്ഷെ ഇവിടെ രണ്ട് പോസിറ്റീവ് ആവുകൊണ്ട് നമുക്ക് ഒന്നിനെ നീളമാക്കി എടുക്കാം. 27 നീളമാക്കി എടുത്താൽ അടുത്തതിനെ വീതിയാക്കി എടുക്കാം. ഇത് 13 വീതിയാക്കി എടുക്കാം. അതോടുകൂടി നമ്മുടെ ആൻസർ ആയി. ക്ലിയർ ആണോ? അപ്പൊ അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം ഈ പാഠത്തിൽ ഞാൻ ചെയ്യുന്ന 6ാമത്തെ ചോദ്യമാണ്. അത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് എടുക്കുന്നത്. ലാസ്റ്റ് പേജ്, ഈ പാഠത്തിന്റെ ലാസ്റ്റ് പേജായ 206-ലെ 4ാമത്തെ ചോദ്യമാണ്. ഹൗ മെനി ടൈംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് 1, 5, 9 etc. starting from the first are to be added to get 91. മലയാളത്തിൽ പറഞ്ഞാൽ 1, 5, 9 എക്സെട്ര തുടങ്ങിയ ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 91 കിട്ടുക? അഥവാ ഈ തന്നിട്ടുള്ള 91 എന്ന് പറഞ്ഞാൽ എന്താ? സമ്മാണ്, തുകയാണ്. SN, തുക, സം അല്ലെ? ഇതിൽ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 91 കിട്ടുക? ഇതുപോലത്തെ ചോദ്യം നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? 5ാമത്തെ പാഠത്തിൽ കണ്ടിട്ടുണ്ട്. ഇവിടെയും വരും. ഓക്കെ, 5ാമത്തെ പാഠത്തിന്റെ തുടർച്ച തന്നെയാണ് അത്. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എങ്ങനെ? അവിടെ ചെയ്തില്ല അതുപോലെ തന്നിട്ടുള്ള കാര്യം തുക അഥവാ സം എന്ന് പറഞ്ഞാൽ 91 ആണ്. പക്ഷെ ഈ സം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്തായിരുന്നു? n/2 x1 plus xn equal to 91 ആണല്ലോ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ്, പദങ്ങളുടെ എണ്ണം. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് അതറിയില്ല. ഓക്കെ, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ എഴുതാം. x1 പകരം പെടുക 1ാം പദം 1 തന്നെ. xn നമുക്കറിയില്ല, ഈക്വൽ ടു 91. അപ്പൊ നമുക്ക് xn കണ്ടുപിടിക്കാലോ. xn എങ്ങനെ കാണുക? dn plus f minus d അല്ലെ? d എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്യാപ്പ് എത്രയും 1ൽ നിന്ന് 5ലേക്ക് 4 അല്ലെ? n തന്നെ പ്ലസ് f എന്ന് പറഞ്ഞാൽ 1 മൈനസ് d എന്ന് പറഞ്ഞാൽ വീണ്ടും 4. അപ്പൊ 4n 1ൽ നിന്ന് 4 കുറച്ചാൽ -3, 4n - 3 എന്നുള്ളതാണ് ഇത് xn. അതോടെ എഴുതുക 4n - 3. ഓക്കെ അല്ലേ? n/2 അവിടെ കട്ടെ. 1 - 3 എത്രയാണ്? -2 പ്ലസ് 4n ഈക്വൽ ടു 91. ഇതെങ്ങനെ ഗുണിക്കുക? മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ഇൻറ്റു അല്ലേ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പുറത്തുള്ളതിനെ കൊണ്ട് അകത്തുള്ള രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യാം. അഥവാ -2 ഇൻറ്റു n/2 പ്ലസ് 4n ഇൻറ്റു n/2. രണ്ടുപേരെയും n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 91 അവിടെ നിൽക്കട്ടെ. ക്ലിയർ ആണല്ലോ? ഇനിയോ -2 ഇൻറ്റു n അഥവാ -2n/2 പ്ലസ് 4n ഇൻറ്റു n ഇൻറ്റു n സ്ക്വയർ. അപ്പൊ 4n²/2 ഈക്വൽ ടു 91 ആണല്ലോ. ഇനിയോ ഈ 2 കട്ട് ചെയ്തൂടെ? അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? -n പ്ലസ് 4/2 2. അപ്പൊ 2n² ഈക്വൽ ടു 91. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ടോ? എന്താ? സ്ക്വയർ വന്നതോടുകൂടി നമ്മൾ ഏകദേശമൊക്കെ ആയി. പക്ഷെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താ കുഴപ്പം? നമ്മൾ സാധാരണ ആദ്യം സ്ക്വയർ ഉള്ളതാണ് എഴുതുക. അപ്പൊ അത് ആദ്യം എഴുതി. +2n² +2n².
പിന്നെ -n അതകത്ത് എഴുതുക ഈക്വൽ ടു 91. ഇതുവരെ ഇങ്ങനത്തെ ചോദ്യം നമ്മൾ ഒരുപാട് എവിടെ ചെയ്തിട്ടുണ്ട്? അഞ്ചാമത്തെ പാഠത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്താ? അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അവിടെ എന്താ ചെയ്യല്? എന്നിന്റെ ഒപ്പമുള്ള നമ്പർ എടുക്കും, അതിന്റെ പകുതിയുടെ വർഗം സ്ക്വയർ രണ്ട് സൈഡിലും കൂട്ടും. ഇവിടെ എന്താ പ്രശ്നം? എന്നിന്റെ അവിടെ നമ്പർ ഒന്നും കാണാനില്ല. ഒന്നും കാണാനില്ലെങ്കിൽ അവിടെ ഒന്നുണ്ട്. ഒന്നിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അരയാണ്, ഹാഫ് ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കാലാണ്, 1/4 ആണ്. അതിന്റെ റൂട്ട് എന്താ? റിസ്ക് അല്ലേ? അതിന്റെ റൂട്ട് പറഞ്ഞാൽ ഇവിടെ 1/4 ഒക്കെ കൂട്ടിയിട്ട് ഇതിന്റെ റൂട്ട് കാണണം. നടക്കണ പരിപാടിയാണോ? അല്ല. അപ്പൊ അവിടുത്തെ മെത്തേഡ് ഇവിടെ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കൂടുതൽ ആലോചിച്ച് തലപ്പുറയ്ക്കേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടത്തെ മെത്തേഡിലേക്ക് വരാം. ഇവിടത്തെ മെത്തേഡ് നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് 0 ആവും, അല്ലെ? റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്, സമത്തിന്റെ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റോ റൈറ്റോ 0 ആയിരിക്കണം. ഏത് 0 ആക്കാനാണ് നല്ലത്? ഇവിടെ ഇപ്പൊ 2n², അല്ലെ? n² അവിടെ പ്ലസിന്റെ മൈനസിന്റെ ഒന്നും വിഷയമല്ല. അപ്പൊ പിന്നെ അത് നോക്കണ്ട. ഇവിടെ മൈനസ് ആയില്ലെങ്കിൽ ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാണ് നല്ലത്. പക്ഷെ ഇവിടെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ഏതാ നല്ലത്? ആ +91 ഇങ്ങോട്ട് വന്നാൽ -91 ആവും, ഈക്വൽ ടു 0. ഇത് കിട്ടിയാലാണ് നമ്മൾ നമ്മുടെ സമവാക്യം എഴുതേണ്ടത്. എന്താ നമ്മുടെ സമവാക്യം? x is equal to -b plus or minus root of b square minus 4ac/2a. ഇവിടെ x അല്ല, ഇവിടെ ആരാ? n ആണ്. അപ്പൊ എന്നാക്കുക? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമല്ല. എന്നാ പറഞ്ഞേ, ഞാൻ ഇവിടേക്ക് എഴുതാണ്, താഴത്തേക്ക് എഴുതേണ്ടതാണ്, ഈ സൈഡിലേക്ക് എഴുതേണ്ടതാണ്. ഞാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എഴുതാണ്. ഇവിടെ എഴുതേണ്ട കാര്യം ഇവിടേക്ക് എഴുതണം. ഓക്കെ, എന്താ എ എന്ന് പറഞ്ഞാൽ x² ഉള്ളത്. ഇവിടെ n ആണ്, അപ്പൊ n² ഒപ്പം ആരാ? 2 പ്ലസ് ആണ്, അപ്പൊ +2. ബി എന്താ? എക്സിന്റെ ഒപ്പം, എക്സ് അല്ല, ഇവിടെ n ആണ്. എന്നിന്റെ ഒപ്പം ഇവിടെ ആരാ? ഒന്നും കാണാനല്ല, അപ്പൊ അവിടെ ഒന്നുണ്ട്. ഇവിടെ മൈനസ് കാണണ്ട, അപ്പൊ -1. സി എന്ന് പറഞ്ഞാൽ എക്സും വൈയും സെറ്റും ഒന്നുമില്ലാത്തത് ഏതാ? -91 ചിഹ്നം ഉൾപ്പെടെ എഴുതുക. ഇനി ഇവിടെ നോക്കിക്കേ, -b എന്ന് പറഞ്ഞാൽ എന്താ? ബിയുടെ ചിഹ്നം മാറ്റുക. ചേഞ്ച് ദ സൈൻ ഓഫ് ബി. എവിടെന്ന്? ഇവിടെ എഴുതുമ്പോൾ എന്താണോ ബിയുടെ ചിഹ്നം, ഇവിടെ മൈനസ് അല്ലേ, അപ്പൊ ഇങ്ങോട്ട് എഴുതുമ്പോൾ എന്താവണം? +1 ആക്കണം. പ്ലസ് ഓർ മൈനസ് അവിടെ കട്ടെ. റൂട്ട് ഓഫ് b² -1ന്റെ സ്ക്വയർ -4 ഇൻറ്റു a. എന്ന് പറഞ്ഞാൽ എന്താ? a അല്ല ഇവിടെ എഴുതുന്നത്. a എന്താണ്? 2 ആണ്. ഇൻറ്റു c -91 ബൈ 2 ഇൻറ്റു 2. a 2 ആണ്, ഇവിടുത്തെ 91 ആണ്. ഓക്കെ, ഇനിയോ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ എന്താ? ഏതൊരു നമ്പറും മൈനസ് ആണെങ്കിൽ സ്ക്വയർ ചെയ്താൽ പ്ലസ് ആവും. 1ന്റെ സ്ക്വയർ 1 തന്നെ. -4 ഇൻറ്റു 2 -8 ഇൻറ്റു -91 ബൈ 4 ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 -8 ഇൻറ്റു -91 -8 ഇൻറ്റു -91 മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ് 8 ഇൻറ്റു 91 728 ബൈ 4. ഇതിന്റെ ബാക്കി ഞാൻ ചെയ്യില്ല, നിങ്ങൾക്കറിയാം. 729 ആവും. 729 റൂട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒരു കാര്യം, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇവിടെ നോക്കിക്കേ. ഇവിടെ സി ഞാൻ എഴുതിയപ്പോ -91 എഴുതിയിരുന്നു, അല്ലെ? ആ സിയുടെ മൈനസ് ഇട്ടില്ലായിരുന്നു എന്ത് സംഭവിച്ചേനെ? നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടെ എഴുതുമ്പോഴും മൈനസ് ഇടില്ല. ഇവിടെ മൈനസ് ഇട്ടില്ലെങ്കിൽ ഇവിടെയും മൈനസ് ഇടില്ല. ഇവിടെ മൈനസ് ഇട്ടില്ലെങ്കിലോ? അത് ശ്രദ്ധിക്കണം. ഇവിടെ മൈനസ് ഇല്ലായിരുന്നു എങ്കിൽ 8 ഇൻറ്റു 91 728 തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇത് മൈനസ് ആയേനെ. 2 മൈനസ് വന്നാൽ മൈനസ് പ്ലസ്, പക്ഷെ ഇവിടെ ഒരു മൈനസ് അല്ലേ ഉള്ളൂ, അപ്പൊ അത് മൈനസ് ആവും. അപ്പൊ -727 പോവും. നടക്കുവോ? റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ ഉത്തരമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം നടക്കില്ല എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? നമ്മുടെ മിസ്റ്റേക്കാണ്. കൂട്ടിയാൽ കിട്ടുന്ന അവസാനത്തെ ഉത്തരം എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് ആവരുത്. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാം. അതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല, നിങ്ങൾ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാണ്ട്, ഇപ്പോ ഇവിടെ 729 ആണ്, അല്ലെ? റൂട്ട് 729 വേറെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. 730 റൂട്ട് കിട്ടിയിരുന്നെന്ന് വിചാരിക്കാം. ഇപ്പൊ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 730 ബൈ 4 ആണെന്ന് വിചാരിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താ? റൂട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്ലസ് മൈനസ് സ്പ്ലിറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ റൂട്ട് ഇല്ലെങ്കിലും സ്പ്ലിറ്റ് ചെയ്യണം. എക്സ് അല്ല, ഇവിടെ n ആണ്. ഇപ്പൊ ഇവിടെ ഏതാണ്? n ആണ്. അപ്പോഴെന്ത് ചെയ്യണം? 1 പ്ലസ് റൂട്ട് 730 ബൈ 4 ഓർ n is equal to 1 മൈനസ് റൂട്ട് 730 ബൈ 4. ചുരുങ്ങിയ പക്ഷം ഇത്രയെങ്കിലും എഴുതി വെക്കണം. ഇനി അറിയാവുന്നവർക്ക് എടുക്കാം. എങ്ങനെ? ഇത് ഏകദേശം തുല്യമാണ്
എന്താ ഈ റൂട്ട് 729 എന്താണോ അതിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ റൂട്ട് 730. അപ്പൊ 729 ഉത്തരം എന്താണോ അപ്പൊ വിചാരിക്കാം 38 വിചാരിക്കാം. അപ്പൊ ഇത് സിമിലർലി ഏകദേശം തുല്യമാണ് 38. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം ഒക്കെ എടുത്തിട്ട് എഴുതാം. പക്ഷെ അതിനറിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും എഴുതി വെക്കണം. പ്ലസും മൈനസും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വെക്കുകയെങ്കിലും വേണം. ഓക്കെ ആണല്ലോ. ഇന്നതിന് വരില്ല ലാസ്റ്റ്. അത് ഈ പാഠത്തിലേ ഉള്ളൂ. കഴിഞ്ഞ പാഠത്തിൽ ഇങ്ങനത്തെ ചോദ്യമില്ല. ആ ചോദ്യം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുക്കാൻ കഴിഞ്ഞതും ഈ ഭാഗം ഉണ്ടായിരുന്നില്ല, ഈ ചോദ്യം ഉണ്ടായിരുന്നില്ല. അവ ടെക്സ്റ്റ് ബുക്കിൽ ആ പേജിൽ തന്നെ ഫസ്റ്റത്തെ ചോദ്യം നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽസ് ഗിവൺ ബിലോ ക്രോസ് ദി എക്സ് ആക്സിസ്. എന്താണ്? ഇപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് 2x² - 7x - 1 അല്ലെ? ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, രണ്ടാകൃതി ബഹുപദം തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ ബഹുപദത്തിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് എക്സ് ആക്സിസിലൂടെ കടന്നു പോകുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. എങ്ങനെയാണ്? എക്സ് ആക്സിസിലൂടെ കടന്നു പോകുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത് വിചാരിക്കാം. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാന്നൊക്കെ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പോളിനോമിയലിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാന്നൊക്കെ, ബഹുപദത്തിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാന്നൊക്കെ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത് ഈ 2 പോയിന്റിൽ എക്സിനെ കട്ട് ചെയ്ത് പോകുമല്ലോ അല്ലെ? ആ 2 പോയിന്റിലെയും സൂചക സംഖ്യകൾ എഴുതുക, കോർഡിനേറ്റ്സ് എഴുതുക. ഉറപ്പായിട്ടും എക്സിനെ കട്ട് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇനി എക്സിന്റെ വില കണ്ടുപിടിച്ചാൽ മതി. ആ എക്സിന്റെ വില എങ്ങനെ കിട്ടുക? ആ എക്സിന്റെ വില വളരെ ഈസിയാണ്. എങ്ങനെ കിട്ടുക? എക്സിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു സമവാക്യം ഉണ്ടല്ലോ. എന്താ? x - b ± √b² - 4ac/2a. കിട്ടിയില്ലേ? ഇത് ഉപയോഗിച്ചാൽ പോലെ. പറഞ്ഞേ എന്താണ് എ എന്ന് പറഞ്ഞാൽ x² ഒപ്പം ഇവിടെ 2 ആണ്, 2 പോസിറ്റീവ് ആണ്. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഒപ്പം 7 ആണ്, 7 ഇവിടെ നെഗറ്റീവ് ആണ്. സി എന്ന് പറഞ്ഞാൽ ഇവരാരും ഇല്ലാത്തതും അത് -1 ആണ്. അങ്ങനെ വരികയാണെങ്കിൽ -b എന്ന് പറഞ്ഞാൽ ബിയുടെ ചിഹ്നം മാറ്റുക. -7 ആണെങ്കിൽ അതെന്താവും? പ്ലസ് ആവും. ± -b² - 4 × a × c/2 × a. ജസ്റ്റ് ആ സംഖ്യകൾ അങ്ങോട്ട് കൊടുക്കുക. 7 ± -7ന്റെ സ്ക്വയർ 49 പ്ലസ് ആയി. -4 × 2 8 × -1/4. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 7 ± √49 -8 -1 -ഉം പ്ലസ് 8 × 1 8 തന്നെ /4. ഓക്കെ ആണോ? അപ്പൊ അവസാനം എന്ത് കിട്ടും? ഇനി എന്താ കിട്ടുക? 7 അടക്കട്ടെ, ± √49 8 57/4. ഇതുവരെ എത്തി അല്ലെ? ഇതുവരെ എത്തിയല്ലോ. √57 ഉണ്ടോ? √57 ഇല്ല. അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യാം. എന്ത്? റൂട്ട് ഇല്ലെങ്കിലും പ്ലസും മൈനസും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അല്ലെങ്കിലോ നമ്മൾ ഒരു ഏകദേശം വാല്യൂ എടുക്കുക. എങ്ങനെ ഏകദേശം വാല്യൂ എടുക്കുക? നമുക്ക് നേരത്തെ ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ 730 തൊട്ട് മുമ്പ് 729 ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈസിയായി. പക്ഷെ ഈ 57 തൊട്ട് മുമ്പ് 56 റൂട്ട് ഉണ്ടോ? ഇല്ല. 58 റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ എടുക്കാൻ കഴിയില്ല. അപ്പൊ ഒന്ന് ആലോചിക്കുക. ഇതിന്റെ തൊട്ട് മുമ്പ് റൂട്ട് ഉള്ളത് ആർക്കാ? 49. അതിന്റെ റൂട്ട് 7. ഇതിന് തൊട്ട് ശേഷം റൂട്ട് ഉള്ളത് ആർക്കാ? 64. അതിന്റെ റൂട്ട് എത്രയാണ്? 8. ഒന്ന് ആലോചിച്ചാൽ ഇതിന്റെ രണ്ടിന്റെ നടുക്കല്ല 57. ഒന്ന് ആലോചിച്ചാൽ ഏകദേശം നടുക്കാണ് അല്ലെ? ഏകദേശം സെന്ററല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ വില ഏകദേശം എന്തെടുക്കാം? 7.5 എന്ന് എടുക്കാം. നിർബന്ധമൊന്നുമില്ല, കഴിയുന്നവർ അങ്ങനെ എടുക്കുക. അപ്പൊ എങ്ങനെ കിട്ടും? 7 ± 7.5/4 കൃത്യമാണ് എന്നല്ല. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണ്. ഇനി റൂട്ട് കിട്ടിയാൽ എക്സ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 7 പ്ലസ് മൈനസും എക്സ് അല്ല പ്ലസ് മൈനസും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 7 + 7.5/4 or x = 7 - 7.5/4 അല്ലെ? 7 7 കൂട്ടിയാൽ 14.5/4. ഇവിടെ 7 ഇത് പോയാൽ -0.5/4. ഓക്കെ, ഇതുവരെ എത്തിയില്ലേ? ഇനിയോ ഹരിക്കാൻ പറ്റുമെങ്കിൽ ഹരിക്കുക. പോയിന്റുള്ള സംഖ്യ എങ്ങനെ ഹരിക്കുക? പോയിന്റുള്ള സംഖ്യ ഹരിക്കുക എന്ന് പറഞ്ഞാൽ പോയിന്റ് കളയണം. അതിന് നമ്മൾ 10 കൊണ്ട് ഗുണിക്കണം. കാരണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറേ ഉള്ളൂ. ഒരു നമ്പറേ ഉള്ളൂ. 10 കൊണ്ട് ഗുണിക്കുക. മുകളിൽ 10 കൊണ്ടാണെങ്കിൽ താഴത്തും 10 കൊണ്ട്. അപ്പൊ എന്ത് കിട്ടും? 10 കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് പോയി 145/40 എന്നാവും. 145 ഹരിക്കണം 40 ചെയ്താൽ 3 വട്ടം
120 കുറച്ചാൽ 25 0.2 6 വട്ടം 24 240 10 100 2 വട്ടം. അപ്പം 3.62 എന്നിവിടെ കിട്ടും. ഹരിക്കുക, അതൊന്നും ഇനി എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അപ്പൊ ഇത് ഹരിച്ചാൽ എന്ത് കിട്ടും? 3.62 എന്ന് കിട്ടും. അവിടെ അപ്പുറത്ത് ഇതേപോലെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറിലേക്ക് 10 കൊണ്ട് വിളിക്കുക, താഴത്തും 10 കൊണ്ട് വിളിക്കുക. അപ്പൊ അവിടെ പോയിന്റ് പോവും, മൈനസ് പോവില്ല. ഇത് മതി, പോയിന്റ് പോവും, ഇവിടെ മൈനസ് ഒന്നും പോവില്ല. ഇപ്പൊ 2 കിട്ടിയില്ലേ? ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. എക്സിന് 2 ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പോയിന്റിൽ എക്സിനെ മുറിക്കുന്നുണ്ട്. 2 പോയിന്റിൽ എക്സിനെ മുറിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ആ പോയിന്റ്? രണ്ടോടത്തും y എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൽ സംശയം വേണ്ട. ഇവിടെ എക്സിന്റെ വില 3.62, അപ്പുറത്ത് -5/40. അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ 2 സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ? എക്സിനെ കട്ട് ചെയ്ത് പോകുന്ന 2 കോർഡിനേറ്റ് സൂചക സംഖ്യകൾ കിട്ടി. ഈസി അല്ലേ? ഇത്രയും വലിയ വഴിയുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് ഇവിടെ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ കൊണ്ട് വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ശരി.